തനിയെ തേങ്ങുന്നിതാ. ഹരിപ്രസാദിന് ബ്ലഡ് വേണം. ഓ പോസിറ്റീവ് ആണ് ഗ്രൂപ്പ്. ഞാൻ വരാം. എന്റേത് ഓ പോസിറ്റീവ് ആണ്. ഇനി എത്ര സമയം കൂടെ എടുക്കും? ഡോക്ടർ ഒന്നും പറഞ്ഞില്ലേ? കുഴപ്പം എന്തെങ്കിലും ഉണ്ടോ സിസ്റ്ററെ? സർജറി നടക്കുന്നല്ലേ ഉള്ളൂ. വരൂ. എന്റെ ബ്ലഡ് ഗ്രൂപ്പ് ഏതാ? ഓർക്കാൻ നോക്കിയിട്ട് കിട്ടുന്നില്ല. ഹരിയേട്ടന്റെ അച്ഛൻ പോയല്ലോ. എന്നാലും അത് ഓർമ്മ വരുന്നില്ലല്ലോ. എ പോസിറ്റീവ് ആണോ? അല്ല, ബി നെഗറ്റീവ്. ഒരു കാര്യം പറയാൻ ഒന്നിങ്ങി വന്നേ. ഇനി വന്നേ. നമ്മളെല്ലാവരും മാറി മാറി വിളിച്ചു നോക്കി. പക്ഷെ സുപ്രിയയുടെ ഫോൺ ഓഫ് ചെയ്തിട്ടിരിക്കുകയാണല്ലോ. ആ കുട്ടി ഇതൊന്നും അറിയുന്നില്ലല്ലോ. സ്വപ്നത്തിൽ പോലും ഇങ്ങനെ ഒരു അപകടം പ്രതീക്ഷിക്കുന്നില്ല. എങ്ങനെയെങ്കിലും അറിയിക്കണ്ടേ ജലജയെ? ഞാനൊരു ഓട്ടോ വിളിച്ചോണ്ട് പോയി വിവരം പറഞ്ഞ് എങ്ങനെയെങ്കിലും മോളെ വിളിച്ചോണ്ട് വന്നാലോ? ഇപ്പൊ വേണ്ട അച്ചേട്ടാ. ഹരിക്ക് ആക്സിഡന്റ് പറ്റിയെന്നറിഞ്ഞാൽ അവൾ വല്ലാതെ തകർന്നു പോകും. എങ്ങനെ റിയാക്ട് ചെയ്യുന്നു പറയാൻ പറ്റില്ല. ചിലപ്പോ വല്ലാതെ വയലന്റ് ആവാനും മതി എന്ന് കരുതി അറിയിക്കാതിരുന്നാലോ? കുറച്ചു കഴിയട്ടെ. നാളെ വർക്കിംഗ് ഡേ അല്ലേ? ഹരി ഇന്ന് തൃശ്ശൂർക്ക് പോകേണ്ടതാണ്. പോയിന്ന് പ്രിയ വിചാരിച്ചോളൂ. രവി കൂടി വന്നിട്ട് അവളോട് വിവരം പറയാം. അത് മതി. എന്തായി പ്രഭാര? ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് കുറേ സമയം ആയല്ലോ സാറേ. ഇനിയും ഹരിക്ക് ബോധം വന്നില്ലേ? ഡോക്ടറെ ഒന്ന് കാണണ്ടേ?
ഹരിപ്രസാദ് കണ്ണു തുറന്നു. ഒരാൾക്ക് അകത്ത് വന്ന് കാണാം. ഒരാൾക്ക് ഇപ്പൊ അകത്തേക്ക് വരാൻ പറ്റൂ. എനിക്ക് എന്റെ മോനെ കാണണം. രേണുക ഒറ്റയ്ക്ക് പോകണ്ട. പ്രഭാര, ഞങ്ങൾ രണ്ടുപേരകത്തേക്ക് വന്നോട്ടെ. ഒരാൾക്ക് ഡോക്ടർ പെർമിഷൻ തന്നിട്ടുള്ളൂ. എനിക്ക് കാണണം. ആ പയ്യന്റെ അമ്മയാ സിസ്റ്ററെ, ഒന്ന് കണ്ടോട്ടെ. ഉടനെ ഇറങ്ങിക്കോളാം. ശരി, പെട്ടെന്ന് വേണം. ആ, വാ. മോനെ, എടാ മോനെ ഹരി, എന്തു പറ്റി കുഞ്ഞെ നിനക്ക്? എന്തെങ്കിലും ഒന്ന് പറയടാ മക്കളെ. ഇപ്പൊ വേദന തോന്നുന്നുണ്ടോ? ഹരി മക്കളെ, സെഡേഷൻ മാറിയിട്ടില്ല. ഇനി കുറച്ച് കഴിഞ്ഞ് ഉണരൂ. നിങ്ങൾ പുറത്തേക്ക് പോകൂ. ഒരു മിനിറ്റ് കൂടി ഞാൻ നിന്നോട്ടെ സിസ്റ്റർ. അത് പറ്റില്ല. പറഞ്ഞതല്ലേ ഞാൻ നേരത്തെ. സോറി. ഭാരതേ, ഒന്നുകൂടെ ഞാനൊന്ന് വിളിച്ചോട്ടെ. ഇനി പിന്നെ മതി. വാ. വാ. തുമ്പിക്കുട്ടി, ഈ പാല് കുടിക്കൂ. വേണ്ട. നല്ല മോളല്ലേ, വേണ്ട. കുടിക്കും മോളെ. വേണ്ട. ഈ ചെറിയമ്മ കറന്നെടുത്ത പശുവും പാലാ. ഇഷ്ടം പോലെ പഞ്ചസാര ഇട്ടിട്ടുണ്ട്. ഇത് കുടിക്കും മോളെ. ആ, ചെറിയമ്മ എന്ത് തരുന്നത്? ആ, മോളുടെ അമ്മയെ അമ്മയുടെ പ്രിയതമനെ ആശുപത്രിയിലാക്കിയിരിക്കുക. നല്ല കുട്ടിയല്ലേ. ഈ പാല് കുടിക്ക്. പാല് കുടിച്ചേ. നല്ല കുട്ടിയല്ലേ, കുടിക്കും മോളെ. കുടിച്ചേ. ശരി, കുടിക്കും മോളെ. കുടിക്ക്. വേണ്ടെങ്കി വേണ്ട.
ആശുപത്രിയിൽ നിന്ന് ഇറങ്ങിയോ നന്ദനെ? ഇല്ല. മോളിവിടെ ഒന്നും കഴിക്കുന്നില്ല കേട്ടോ. അമ്മ മതി എന്ന് ഒറ്റ പിടിവാശിയില്ല. പെട്ടെന്ന് വാ. അയ്യോ, ഇന്ന് ഇതുവരെ ഉറങ്ങിയില്ലേ? ഒരു 10 മിനിറ്റ് ഒന്ന് കണ്ണടച്ച് കാണും, പിന്നെ ഉറങ്ങിയിട്ടേ ഇല്ല. നിങ്ങളൊന്ന് പെട്ടെന്ന് വാ, ഞാൻ പറഞ്ഞ കേക്കില്ല. വരാം. ആ, ഹരിപ്രസാദിന് എങ്ങനെയുണ്ട്? ഒരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നു, ഇപ്പൊ ബോധം തെളിഞ്ഞു. കാറ് നിയന്ത്രണം വിട്ട അപകടം ഉണ്ടായതാണോ അതോ മനഃപൂർവ്വം കൊണ്ടിടിച്ചതാണോ? അതെന്താ ചേച്ചി അങ്ങനെ ചോദിച്ചത്? അതും അല്ല, മനുഷ്യന്റെ കാര്യല്ലേ, എപ്പോഴാ നിരാശ ഉണ്ടാവുന്നതെന്ന് ആർക്കറിയാം. നല്ലൊരു ചെറുപ്പക്കാരനായിരുന്നു. അംഗവൈകല്യം എന്തെങ്കിലും സംഭവിക്കുമോ എന്തോ. ഈശ്വരാ, ഒന്നും പറ്റരുതേ. ശരി നന്ദനെ, പെട്ടെന്ന് വരണേ. ആ, പ്രിയതമ വിങ്ങി പൊട്ടുവെന്നാ തോന്നുന്നത്. ആ, സമാശ്വസിപ്പിക്കാൻ ആക്ടിംഗ് ഹസ്ബൻഡ് അടുത്തുള്ളത് ഭാഗ്യം. ദേ കൊച്ചേ, പാല് വേണോ നിനക്ക്? വേണ്ട അമ്മ. വേണ്ടെങ്കി വേണ്ട, ചെറിയമ്മ കുടിച്ചോളാം. വീട്ടിൽ നിന്ന് കാർത്തികേച്ചി വിളിച്ചിരുന്നു. മോള് വല്ലാത്ത ശാഠ്യം, ഒന്നും കഴിക്കുന്നില്ല എന്ന്. താനെന്നാ വീട്ടിൽ പോയിക്കോ. വരുന്നില്ലേ? കുറച്ചേരം കൂടി കഴിയട്ടെ. ഇവിടെ എന്തെങ്കിലും ആവശ്യം വന്നാലോ? ഹരിപ്രസാദിനെ റൂമിലേക്ക് മാറ്റിയ ശേഷം ഒന്ന് കണ്ട് സംസാരിച്ചിട്ട് ഞാൻ വന്നോളാം. ഒന്നും കഴിച്ചില്ല ഇതുവരെ. അതൊന്നും സാരമില്ല. ക്യാൻറ്റീൻ ഉണ്ട്, അല്ലെങ്കിൽ അപ്പുറത്ത് ഇന്ത്യൻ കോഫി ഹൗസ് ഉണ്ട്. ലൈറ്റ് ആയിട്ടായാലും എന്തെങ്കിലും കഴിക്കണം. അതൊക്കെ ഞാൻ കഴിച്ചോളാം. താൻ ചെല്ലേ. പ്രത്യേകിച്ച് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വിളിക്കാം. ഞാനൊന്ന് വീട് വരെ പോവാ. മോള് വഴക്കാണെന്ന്. നന്ദനയും ഭർത്താവും വന്നത് വലിയൊരു ആശ്വാസമായി. ഞാൻ മാത്രമേ ഇപ്പൊ പോകുന്നുള്ളൂ. എന്താവശ്യമുണ്ടെങ്കിലും ഡോക്ടർ സന്ധ്യയോട് പറഞ്ഞാൽ മതി. അത്ര അടുപ്പമുണ്ട് ഞങ്ങളുമായിട്ട്. ശരി. രേണുകാന്റെ പൈസ വല്ലതും വേണോ? വേണ്ട മോളെ, ചേട്ടനും അച്യുതേട്ടനും പൈസ കരുതിയിട്ടുണ്ട്. എന്നാലും തികയാതെ വന്നാ ചോദിക്കണം. അതിനൊരു മടിയും വിചാരിക്കരുത്. ഹരിയേട്ടന് ഇത്രയൊക്കെയല്ലേ പറ്റുള്ളൂ എന്നോർത്ത് ആശ്വസിക്കൂ. ഒന്നും സംഭവിക്കില്ല. അപകട വിവരം അറിഞ്ഞപ്പോ തന്നെ താഴൂരമ്മയ്ക്ക് ഞാൻ വഴിപാട് നേർന്നിട്ടുണ്ട്. അമ്മ കൈവിടില്ല. നന്ദനെ, ഹരിയുടെ ഭാര്യ ഇതുവരെ വിവരം അറിഞ്ഞോ? ഇങ്ങോട്ട് വന്നിട്ടുമില്ലല്ലോ. പക്ഷെ മോള് അങ്ങനൊന്നും ആലോചിക്കാതെ രേണുകാന്റി. അതൊക്കെ പോട്ടെ, ആന്റി പ്രാർത്ഥിക്കൂ. ഞാൻ ചെല്ലട്ടെ. എത്തിയോ?
ഹരിപ്രസാദിന് എങ്ങനെയുണ്ട്? ഒബ്സർവേഷനിലാ. അത്ര വലിയ അപകടമായിരുന്നോ? അയ്യോ, കാറിന് നല്ലൊരു തുകയുടെ പണിയാവുമല്ലോ. ഇൻഷുറൻസ് കാണുമായിരിക്കും അല്ലേ? അറിയില്ല. ഉദയേട്ടൻ വന്നില്ലേ? ഹോസ്പിറ്റലിൽ നിൽക്കുക. അവിടെ എന്തെങ്കിലും ആവശ്യം വന്നാലോ? കുഞ്ഞുള്ളത് കൊണ്ട് നന്ദനയ്ക്ക് പോയി നിൽക്കാനും പറ്റില്ലല്ലോ. തുമ്പി ഉറങ്ങ. നന്ദനയ്ക്ക് ഞാൻ ഫോൺ ചെയ്യുന്ന കേട്ടോണ്ടായിരിക്കും. നല്ലൊരു പിടി ചോറുണ്ട്. ഞാൻ താരാട്ട് പാടി കൊടുത്തു. ഒരു വഴക്കും ഇല്ലാതെ ഉറങ്ങുകയും ചെയ്തു. ദാ ഇപ്പോഴും നല്ല ഉറക്കമാ. നോക്കി. ഹരിപ്രസാദിന്റെ കൂടെ വന്നതാണോ? അതെ. അതെ. എന്താ? ഡോക്ടർ വിളിക്കുന്നു. റൂമിലേക്ക് ചെല്ലാൻ പറഞ്ഞു. എന്തിനാ സിസ്റ്ററെ? അതറിയില്ല. വാർഡിന്റെ അങ്ങേയറ്റത്തുള്ള റൂമാണ് ഡോക്ടറുടേത്. അച്യുതേട്ടാ, പാവം അവിടെ ഇരുന്നോട്ടെ. നല്ല ക്ഷീണം കാണും. നിങ്ങൾ പോയിട്ട് ഉദയ സാർ കൂടി വരുന്നു ഡോക്ടറെ കാണാൻ. വരട്ടെ ഏട്ടാ. ശരിയാ. എന്നാ പിന്നെ സാറൂടെ ഒന്ന്. ഞാൻ വരാം. ഡോക്ടർ സന്ധ്യയ്ക്ക് അടുപ്പമുള്ള ഫാമിലിയാണെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് സന്ധ്യയെ കൂടി ഞാൻ വിളിപ്പിച്ചത്. ഹരിപ്രസാദിന്റെ അച്ഛനും അമ്മയാണല്ലേ? അതെ ഡോക്ടർ. ഉദയവർമ്മയെ പറ്റി ഡോക്ടർ സന്ധ്യ പറഞ്ഞു. ലെറ്റ്സ് കം ടു ദ മാറ്റർ. ഹരിപ്രസാദിന്റെ സർജറി ഓൾമോസ്റ്റ് വിജയമായിരുന്നു. ഓൾമോസ്റ്റ്? യെസ്. അങ്ങനെ പറയാൻ കാരണമുണ്ട്. അയാളുടെ ഒരു കാലിന് ചെറിയൊരു സ്വാധീനക്കുറവുണ്ടാകുമോന്ന് സംശയമുണ്ട്. അയ്യോ ഡോക്ടർ. സംശയം മാത്രമാണ്. ഹരിപ്രസാദ് എഴുന്നേൽക്കുമ്പോൾ മാത്രമേ അറിയാൻ കഴിയൂ. അങ്ങനെ ഉണ്ടായാൽ തന്നെ ഫിസിയോതെറാപ്പി കൊണ്ട് ഒരുപക്ഷെ ശരിയാക്കാൻ കഴിഞ്ഞേക്കും. എന്നാലും ചേട്ടാ, പരിഭ്രമിക്കാൻ മാത്രമൊന്നുമില്ല. ഡോക്ടർ പറഞ്ഞല്ലോ സംശയം മാത്രമാണെന്ന്. നടക്കാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല. എനിക്ക് സാരമില്ലെന്ന് വിചാരിക്കാം. മറ്റെന്തെങ്കിലും പ്രോബ്ലം? ഞാൻ അതിലേക്കാണ് വരുന്നത്. പ്രോബ്ലം ഉണ്ട്. അപകടത്തിന്റെ ആഘാതം ഹരിപ്രസാദിന്റെ ശരീരത്തെ വല്ലാതെ ബാധിച്ചിട്ടുണ്ട്. ഭാഗ്യം കൊണ്ട് മാത്രമാണ് ജീവൻ തിരിച്ചു കിട്ടിയത്. അതിന് ദൈവത്തിനോട് നന്ദി പറയുക. എന്നാൽ അപകടത്തിന്റെ ആഫ്റ്റർ എഫക്റ്റ് മറ്റൊരു തരത്തിൽ ബാധിക്കുമെന്ന് തോന്നുന്നു. ഹരിപ്രസാദിന് കുട്ടികളായിട്ടില്ല അല്ലേ? ഇല്ല. സന്ധ്യ പറഞ്ഞു. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം മനസാന്നിധ്യത്തോടെ കേൾക്കണം. പ്രത്യേകിച്ച് നിങ്ങൾ രണ്ടുപേരും. ഹരിപ്രസാദിന് ഇനി ഒരു അച്ഛനാകാൻ കഴിയില്ല. അതാണ് ഈ ആക്സിഡന്റിന്റെ അനന്തരഫലം. ഭാവിയിൽ ഒരുപക്ഷെ ചികിത്സകൾ കൊണ്ട് മാറ്റമുണ്ടായേക്കാം. പറയാൻ പറ്റില്ല. ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഹരിപ്രസാദ് ഇമ്പോർട്ടന്റ് ആണ്. അതാണ് സത്യം. പിന്നെ എല്ലാം ദൈവത്തിന്റെ കൈകളിലാണ്.
ചെയ്യാം? വി ആർ ഹെൽപ്ലെസ്. ഉദയ് സാറേ, ഈ വിവരം ഇപ്പോ നമ്മൾ മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ. അതങ്ങനെ തന്നെ ഇരുന്നോട്ടെ. സുപ്രിയയോ അവളുടെ വീട്ടുകാരും അറിയരുത്. ജലജ അപ്പുറത്തുണ്ട്. അവരോട് ഇതൊന്നും പറയല്ലേ ഡോക്ടറെ.